നമ്മുടെ ഇതേ ചാനലിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അന്ന് അദ്ദേഹത്തിന് 110 kg ആയിരുന്നു വെയിറ്റ്. ലോകത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം ഓവർ വെയിറ്റ് ആണ്. അൺലെസ് നിങ്ങൾ തീരുമാനിച്ചാൽ ആരുടെയും വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഒരേ സൈസ് ഡ്രസ്സ് എടുത്ത് എല്ലാവർക്കും ഇടാൻ നോക്കരുത് എന്ന് പറയുന്നത് അതുപോലെയാണ്. ഓരോരുത്തർക്കും എന്താണ് അവരുടെ റീസൺ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം. എനിക്ക് എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ആയത് എന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? ജിമ്മിൽ പോയി തുടങ്ങണം, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ഒഴിവാക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായി ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റണം. പലപ്പോഴും ഒരു മാസത്തേക്ക് ഈ റെസൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ എല്ലാവരുടെയും ചീറ്റിപ്പോകും. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മളെ പറ്റി തന്നെ ബോധ്യമുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒരു സമയമാണ് ന്യൂ ഇയർ. നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ കുറച്ചുകൂടി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈറ്റ് ഷുഗർ ഒഴിവാക്കണം, 2 ഈ ഫാസ്റ്റ് ഫുഡ്, 3 മദ്യപാനം നിർത്തണം, 4 സിഗരറ്റ് വലി നിർത്തണം, 5 ജിമ്മിൽ പോകണം. ഇതെല്ലാം ഒരുമിച്ച് ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രശ്നത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊരു 10 കാര്യം ഈ ന്യൂ ഇയറിന് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ മാറ്റാനുണ്ടെങ്കിൽ അതിൽ 10 കാര്യം ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ എടുത്ത് ചെയ്യുക. കൂട്ടുകാരൻ പൊറോട്ട കഴിക്കുന്ന നിർത്തിയുകൊണ്ട്, എൻ്റെ അമ്മാവൻ ഈ പറഞ്ഞതുപോലെ എണ്ണ പലഹാരം നിർത്തിക്കൊണ്ട് നീ ചെയ്യാൻ പോകരുത്. എനിക്ക് ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം. ഈ ന്യൂ ഇയർ മുതൽ എനിക്ക് എൻ്റെ ശരീരത്തിന്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ ലൈഫിന് ഇത് ചെയ്യണമെന്ന് എനിക്കെന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങളെ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മദ്യപാനം നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാറിൽ പഴയ പോലെ പോയിരുന്ന് ബാക്കിയുള്ളവർ വിസ്കി ഓർഡർ ചെയ്യുമ്പോൾ അയാൾക്ക് സോഡ നാരങ്ങ ഓർഡർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഒരു തീരുമാനം വിജയിക്കുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിഹൈൻഡ് ദ സക്സസിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ബിഹൈൻഡ് ദ സക്സസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഏകദേശം ഒരു 1-2 years ആയിട്ടുണ്ടാവും അല്ലേ. 2 years മുമ്പേ നമ്മുടെ ഇതേ ചാനലിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അന്ന് അദ്ദേഹത്തിന് 110 kg ആയിരുന്നു വെയിറ്റ്. അവിടെ നിന്ന് വന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടാണ് പിന്നെ ഒരു എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ, അതും വെയിറ്റ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. ഇന്നിപ്പോൾ വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ തന്നെ ലൈവായിട്ട് എക്സാമ്പിൾ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന മറ്റാരുമല്ല, ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ്. യെസ് അഭിജിത്ത്, നമസ്കാരം. താങ്ക് യു. യെസ് അഭിജിത്ത്, ഈ ഒരു അന്ന് വന്നതും ഇന്നിപ്പോ ഇതേ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്ന് നിന്നപ്പോ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഭയങ്കര ഹാപ്പിയാണ്. ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, ഓവർ വെയ്റ്റ്, ഒബേസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പലർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക സിറ്റുവേഷൻ കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടി വന്നത്. അത് വേറൊരു ഹെൽത്ത് കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്. പക്ഷെ അപ്പോഴൊക്കെ നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ എല്ലാവരും പറയുന്നത് ലോകത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം ഓവർ വെയിറ്റ് ആണ്. അൺലെസ് നിങ്ങൾ തീരുമാനിച്ചാൽ ആരുടെയും വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് പറ്റും. പക്ഷേ അവർ തീരുമാനിച്ചില്ലെങ്കിൽ, അവരതിന് തയ്യാറായില്ലെങ്കിൽ, ഒരു പക്ഷേ എയ്ഡ്സ് പരിഹരിച്ചാൽ പോലും ഒരാളുടെ ഓവർ വെയിറ്റ് പരിഹരിക്കാൻ പറ്റണം എന്നില്ല. കാരണം അത് ആര് വിചാരിച്ചാലും പറ്റില്ല. അതായത് ആര് വിചാരിച്ചാലും പറ്റും. അവരുടെ റീസൺ കണ്ടുപിടിച്ച് നമുക്ക് അവരിതിന് റിവേഴ്സ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആര് വിചാരിച്ചാലും അവരുടെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതിന്റെ റീസൺ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഒരേ മറ്റേ എന്താ പറയുക, ഒരേ സൈസ് ഡ്രസ്സ് എടുത്ത് എല്ലാവർക്കും ഇടാൻ നോക്കരുത് എന്ന് പറയുന്നത് അതുപോലെയാണ്. ഓരോരുത്തർക്കും എന്താണ് അവരുടെ റീസൺ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം. എനിക്ക് എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ആയത് എന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. അതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഒരു ബാക്ക് ടു 20-25 kg കുറച്ചിട്ടൊരു 78 kg ഒക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ വാട്ട് ഐ ഫീൽ, അതൊരു ഇപ്പോൾ രമിജി പറഞ്ഞ പോലെ തന്നെ അതൊരു എനിക്ക് പറയാൻ പറ്റുള്ളൂ ആൾക്കാരോട്, വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട്, ശരീരത്തെ ഹേർട്ട് ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, വേണ്ട ഭക്ഷണം വേണ്ട രൂപത്തിൽ മതിയായ സമയത്ത് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് വെയിറ്റ് കുറച്ചുകൊണ്ട് വേണമെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഏറ്റവും പറ്റിയൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു മാസം ഡിസംബർ ടൈമിൽ എല്ലാവരും ഇപ്പോൾ പൊതുവെ ഇൻ്റർവ്യൂകളിലായിക്കോട്ടെ ഓരോ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഇപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? കാരണം ഇപ്പോൾ നമ്മൾ ന്യൂ ഇയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും
മിക്കവരും മെജോറിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഇയറിൽ പറയാൻ പോണത് ഇനി അടുത്ത വർഷം എനിക്ക് എൻ്റെ വെയിറ്റ് നോക്കണം, ഞാൻ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകണം, എനിക്ക് എങ്ങനെ വേറെ പല റെസൊല്യൂഷൻസ് ഓരോരുത്തർക്കും കാണും, കുറച്ചും കൂടെ വർക്കഹോളിക് ആവണം, കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ എന്നാലും കോമൺ ഫാക്ടർ എല്ലാവരിലും നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കണം, ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ശരിക്കും. എന്നിട്ട് പലപ്പോഴും ഒരു മാസത്തേക്ക് ഈ റെസൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ എല്ലാവരുടെയും ചീറ്റിപ്പോവും. ആക്ച്വലി ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ട് തന്നെ വേണോ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട്? ആക്ച്വലി ന്യൂ ഇയർ വരേണ്ടതുണ്ടോ? നന്നാവാൻ വേണ്ടി ന്യൂ ഇയർ വരേണ്ട ആവശ്യമില്ല, അത് തീർച്ചയായിട്ടും. പക്ഷെ ചില മൊമെന്റുകൾ ആവശ്യമാണ് നമുക്ക് ചില കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഈ പറയുന്ന ഒരു ന്യൂ ഇയർ തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ അറിയോ, ന്യൂ ഇയർ റെസൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൊസൈറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന സമയമാണ് ന്യൂ ഇയർ എന്നുള്ളത്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ചേച്ചി ശ്രദ്ധിച്ചു. ഇപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമില്ല, ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങണം, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ഒഴിവാക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായി ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റണം, ഈ പല കാര്യങ്ങളും, ഈ എണ്ണ പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത്, നമ്മൾ പൊറോട്ട ഒഴിവാക്കണം, അങ്ങനെ പല സംഭവങ്ങളാണ് പലരും ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്തത്. പക്ഷേ ഇപ്പം ഞാൻ എപ്പോഴും ഇതിനെ കൗതുകത്തോട് കാണുന്നത്, ഞാൻ സന്തോഷത്തിലാകുന്നത് അപ്പോൾ നമുക്കൊക്കെ ബോധ്യമുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്, അല്ലേ? അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ബോധ്യമുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒരു സമയമാണ് ന്യൂ ഇയർ. ഈ റെസൊല്യൂഷൻസ് എല്ലാം എന്താണ്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടാത്തൊരു കാര്യം ഞാൻ നിർത്തിയാൽ എനിക്ക് നല്ലതാണ് എന്നുള്ള ബോധ്യത്തിന്റെ പേരിലാണ് നമുക്ക് ഈ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞില്ലേ, ജിമ്മിൽ ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ്. ഞാൻ കോട്ടയത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ എൻ്റെ അടുത്തുള്ള ജിമ്മിൽ പോകുന്ന ആളാണ്. ജിമ്മിലെ വേറെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ജിമ്മിൻ്റെ ഓണേഴ്സ് ഉണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണ്, അവരുടെ ഒരു വർഷത്തെ കടം തീരുന്നത് ജനുവരി കൊണ്ടാണ്. എല്ലാവരും അതല്ലോ. നിങ്ങൾ ജനുവരിയിൽ പോയാൽ അവർ പ്രഖ്യാപിക്കുന്ന പാക്കേജൊക്കെ ഒരു മാസത്തേക്ക് 1500 രൂപയും ഒരു വർഷത്തേക്ക് 5000 രൂപ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊക്കെ ആവേശത്തിലാണ്, അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു വർഷത്തെ പാക്കേജ് എടുക്കുന്നു, പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ ആരും വരാതിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്നത്, നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ കുറച്ചുകൂടി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ വൈറ്റ് ഷുഗർ ഒഴിവാക്കണം, ഞാൻ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ്. 2, ഈ ഫാസ്റ്റ് ഫുഡ് പരമാവധി കുറയ്ക്കണം. 3, മദ്യപാനം നിർത്തണം. 4, സിഗരറ്റ് വലി നിർത്തണം. 5, ജിമ്മിൽ പോകണം. ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കണ്ടുവരുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇതെല്ലാം ഒരുമിച്ച് ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിലേറ്റവും ഈ 5 സംഭവങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം ഏതാണ്? എനിക്കാണ് അറിയാവുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 10 സിഗരറ്റ് വലിക്കുന്ന ആളാണ്, ആഴ്ചയിൽ ഒരു ദിവസം മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എടുക്കേണ്ടത് ആദ്യം സിഗരറ്റ് വലിയുടെ കാര്യത്തിലാണ്. ഈ പ്രശ്നത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊരു 10 കാര്യം ഈ ന്യൂ ഇയറിന് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ മാറ്റാനുണ്ടെങ്കിൽ അതിൽ 10 കാര്യം ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തിനിത് ചെയ്യണം എന്നതിൽ നമ്മൾ കൺവിൻസ്ഡ് ആയെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ കൂട്ടുകാരൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട്, എൻ്റെ കൂട്ടുകാരൻ പൊറോട്ട കഴിക്കുന്ന നിർത്തിയുകൊണ്ട്, എൻ്റെ അമ്മാവൻ ഈ പറഞ്ഞതുപോലെ എണ്ണ പലഹാരം നിർത്തിയുകൊണ്ട് നീ ചെയ്യാൻ പോകരുത്. എനിക്ക് ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഈ ന്യൂ ഇയർ മുതൽ എനിക്ക് എൻ്റെ ശരീരത്തിന്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ ലൈഫിന് ഇത് ചെയ്യണമെന്ന് എനിക്കെന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വല്ലവരും യൂട്യൂബിലെയും വാട്സപ്പിലെയും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാറ്റസും സ്റ്റോറിയും കണ്ട ഉടനെ ഞാനും അങ്ങനെ ചെയ്തേക്കാൻ തീരുമാനിച്ചാൽ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് മിക്കവരും എല്ലാവരും പറയും, എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിൽ എല്ലാവരും ചോദിക്കാതെ എന്റെ റെസൊല്യൂഷൻ ഇതാ, നിന്റെ റെസൊല്യൂഷൻ എന്താ, എപ്പോഴും എല്ലാവരും ഇനിയിപ്പോ മൊത്തം അതാണ് ചർച്ച. എന്നിട്ട് ഇത് പെട്ടെന്ന് ആർക്കും ഒരു മാസം തികയ്ക്കാൻ പറ്റാതെ ഇത് പോണത് ഒരു പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. നീ എന്തിനാണ് പൊറോട്ട കഴിക്കാൻ നിർത്തിയത് എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂട്ടുകാരൻ നിർത്തിയോണ്ട് നിർത്തി, അങ്ങനെ ഇല്ല. ദാസൻ നിർത്തിയോണ്ട് വിജയൻ നിർത്തണമെന്നില്ല. എനിക്ക് നിർത്തേണ്ടത് എന്താണെന്ന് എനിക്കാണ് ബോധ്യം വരേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഞാൻ ജനുവരിയിൽ വൈറ്റ് ഷുഗർ കട്ടാണ്.
പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഒരു ജനുവരിയിൽ അവസാനത്തെ ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയി എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്തൊരു സംഭവത്തിൽ ഷുഗർ കഴിക്കേണ്ട വന്നു എന്ന് തീരുമാനിച്ചു. ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി നിങ്ങൾ ഇതുവരെ എടുത്ത റെസൊല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. എനിക്കൊരു ചെറിയ സംഭവം പറ്റി, പക്ഷെ ഞാൻ എൻ്റെ റെസൊല്യൂഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ബ്രേക്ക് ആയാൽ അത് വെച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ആൾക്കാർ ചെയ്യുന്നത്. എന്തായാലും ചീറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഇപ്പൊ ജിമ്മിൽ പോയി തുടങ്ങും. ജിമ്മിൽ പോയി തുടങ്ങി ചിലപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒരു 3 ദിവസം പനി വരും. ദെൻ യുവർ ബോഡി നീഡ് റെസ്റ്റ് അല്ലേ? അപ്പൊ പോയി ജിമ്മിൽ പോയി കസരത്ത് നടത്താൻ നമ്മളാരും പറയാറില്ല. ആ റെസ്റ്റ് എടുക്കുന്നത് 2 ദിവസത്തേക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ബാക്ക് ടു ജിം ആവാൻ നമുക്ക് പറ്റണം. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസം പോവാതിരിക്കുമ്പം പിന്നെ അതാണ് പിന്നെ പോകുന്നത്. 2 ദിവസത്തേക്ക് പോയത് ഇനി അത് വലിയ പാടാണ് എന്നുള്ളതാണ്. സോ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, നിങ്ങൾക്കൊരു 10 കാര്യത്തിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ 2 കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ആ 1-2 കാര്യങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇടയ്ക്ക് നിങ്ങൾക്ക് ചലഞ്ചുകൾ വരാം. ചലഞ്ചുകൾ വരുമ്പോൾ അതിൽ നിന്ന് തോറ്റ് പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. 1-2 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുത്തോട്ടെ. അതിൻ്റെ അർത്ഥം ആ റെസ്റ്റ് എടുക്കുന്നതിന് ശേഷം ജിമ്മിൽ പോകണ്ട എന്നല്ല. അതിനുശേഷം നമുക്ക് തിരിച്ച് വരാൻ പറ്റണം എന്നുള്ളതാണ്. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പല ന്യൂ ഇയർ റെസൊല്യൂഷനും കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പാണ്, ന്യൂ ഇയറിനൊന്നുമല്ല 1.5 വർഷം മുമ്പാണ് ഞാൻ വൈറ്റ് ഷുഗർ കട്ട് ചെയ്തത്. ഞാനത് ഇന്ന് വരെ വൈറ്റ് ഷുഗർ തൊട്ടിട്ടേ ഇല്ല. അതിനിടയ്ക്ക് ഞാൻ പലതരത്തിലുള്ള പാർട്ടികളിലൂടെയും ഞാൻ ചില വെഡ്ഡിങ്ങിനൊക്കെ പോയിട്ട് ഒരു ഏരിയ മുഴുവൻ ഡെസേർട്ടായിരുന്നു. പക്ഷെ നമ്മളുടെ തീരുമാനം വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല എടുത്തത്, ഇപ്പം എന്നെക്കാളും വർഷങ്ങളായിട്ട് ചില തീരുമാനങ്ങളെടുത്ത് എന്തൊക്കെ ചലഞ്ചുകൾ ഉണ്ടായാൽ അതിനെ മുറുകെ പിടിക്കുന്നവർ നമ്മുടെ ചുറ്റും ആയിരക്കണക്കിനുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ചില ആൾക്കാർക്ക് അത്രയും മൈൻഡിന് അത്ര കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതിങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഏരിയ മുഴുവൻ ഷുഗർ കാണുമ്പം അത് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അറിയാണ്ട് ഭയങ്കര ഒരു ടെൻഡൻസി വരും. അത് വരും രംജിജി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ കൺവിൻസ്ഡ് ആയാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമില്ല, നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സാധ്യമാവത്തുള്ളൂ. ഇപ്പൊ നോൺ വെജ് കഴിക്കുന്ന ഒരാൾ വെജിറ്റേറിയനായി മാറി എന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴാണ് വെജിറ്റേറിയൻ ആവുന്നത്? അയാൾ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് പനീർ ടിക്ക ഓർഡർ ചെയ്യുമ്പോഴാണ് അയാൾ വെജിറ്റേറിയൻ ആവുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി നോൺ വെജ് ഒരിക്കലും ജീവിതകാലത്ത് വരരുത് എന്ന് പറയുന്നിടത്ത് അയാൾ ഒരിക്കലും വെജിറ്റേറിയൻ ആയി ഞാൻ വിശ്വസിക്കുന്നില്ല. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മദ്യപാനം നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാറിൽ പഴയ പോലെ പോയിരുന്ന് ബാക്കിയുള്ളവർ വിസ്കി ഓർഡർ ചെയ്യുമ്പോൾ അയാൾക്ക് സോഡ നാരങ്ങ ഓർഡർ ചെയ്യാൻ പറ്റണം. ആ മൊമെന്റിലാണ്. അത് എന്തുകൊണ്ട് പറ്റുന്നു? അത് പറ്റുന്നത് എനിക്ക് എൻ്റെ ശരീരത്തെ എന്തുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തു എന്ന് കൺവിൻസ്ഡ് ആകാൻ പറ്റിയോണ്ടാണ്. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്കിഷ്ടമുണ്ട്. എനിക്ക് മധുരം ഇഷ്ടമുണ്ട്. മധുരം എന്നെ ആകർഷിച്ച സാധനമാണ്. മധുരത്തിൽ ഞാൻ ഒത്തിരി ആനന്ദം കണ്ടെത്തിയ ആളാണ്. പക്ഷേ മധുരം ഒഴിവാക്കേണ്ടതിൻ്റെ കാരണത്തെ എനിക്ക് എന്നെ നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ഒരു തീരുമാനവും വിജയിക്കുന്നില്ല. ഒരു തീരുമാനം വിജയം. അത് നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ലൈഫിൽ എല്ലാ ഡിസിഷൻസും അങ്ങനെയല്ലേ. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ. നമ്മൾ ഒരാളിൽ ഇഷ്ടപ്പെടുന്നു, ഒരാൾ കൺവിൻസ്ഡ് ആവുമ്പോഴാണ് നമുക്ക് മറ്റ് ആളുകൾ വരുമ്പോഴും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫിൽ എല്ലാ കാര്യങ്ങളും. ഭക്ഷണം അതുപോലെ തന്നെയാണ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ അതുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങളത് എടുക്കുന്നു എന്നുള്ളതാണ്. ആ എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മുമ്പിലുള്ള ഏത് പ്രകോപനങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ യു വിൽ ബി ട്രാപ്ഡ്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്കായി പോകും. അപ്പോഴാണ് ഈ പറയുന്ന ചീറ്റ് ഡേ ഉണ്ടാവുന്നതും പഴയതുപോലെ ആവുന്നതും. ഇപ്പോൾ ഡോക്ടർക്കുണ്ടോ ഈ പ്രാവശ്യം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും? ഞാൻ അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, ഇതുവരെയും എടുത്തിട്ടില്ല. അല്ല, അങ്ങനെ ഞാൻ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ചില പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില കേസുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ ചില റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പം ഇന്ന ആൾക്ക് ഇന്ന കാര്യം ചെയ്തു, ഞാൻ ചെയ്യുന്ന അതേ കാര്യം ചെയ്തുകൊണ്ട് ഇന്ന പ്രശ്നം ഉണ്ടായി, പിന്നെ നമുക്കൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാൻ ന്യൂ ഇയർ പർട്ടിക്കുലർ ഒരു ഡേയിൽ കാത്തിരുന്ന റെസൊല്യൂഷൻ എടുത്തിട്ടില്ല. ഓക്കെ, ശരി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.